ഹലോ മക്കളെ, അപ്പൊ നമ്മള് എവിടെയാണ് ഈ ചാപ്റ്ററിലെ ഫോറസ്റ്റ് എങ്ങനെയാണ് ബ്രിട്ടീഷുകാര് എന്തിനു വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അതിലൂടെ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്ലാന്റേഷൻസ്. പ്ലാന്റേഷൻസിൽ എന്താ സംഭവിച്ചത്? ലാർജ് ഏരിയാസ് ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ് were also cleared to make way for tea, coffee and rubber plantations to meet Europe's growing need for these commodities. അപ്പം നമ്മള് നാച്ചുറൽ ഫോറസ്റ്റ് അല്ലെ, ഫോറസ്റ്റ് ഞാൻ പറഞ്ഞു ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫോറസ്റ്റേഷൻ നടത്തിയിട്ട് അവിടെ എന്ത് ചെയ്യാറുണ്ട്? കൃഷി ചെയ്യാറുണ്ട്. അത് നമ്മളെ പണ്ട് അല്ലെ, നമ്മളെ മിഡീവൽ അല്ല അതിനേക്കാളും ഒരുപാട് മുമ്പുള്ള ആൾക്കാരും അങ്ങനെയാണ് അല്ലെ. കൃഷിക്ക് വേണ്ടിയിട്ട് പണ്ട് മൊത്തം കാട് മൂടി കിടക്കുന്ന സ്ഥലമായിരുന്നു. എന്നിട്ട് നമ്മള് കുറച്ച് കാടിന്റെ അടുത്തൊക്കെ ആയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സ്ഥലത്ത് നമ്മൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ നമ്മള് കൃഷി ചെയ്ത് അങ്ങനെയാണ് കാട്ടിന്റെ സൈഡ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്താണ് നമ്മൾ അവിടെ ഒരു ജനജീവിതം കെട്ടിപ്പടുത്ത് ഉയർത്തിയത്. അത് നമ്മളുടെ പഴയ കഥ അല്ലെ. ആൻഡ് പ്ലാന്റേഷൻ മനുഷ്യന്മാരുടെ പഴയ കഥയാണത്. ആൻഡ് പ്ലാന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് കുറെ ഏരിയാസ് അല്ലെ, ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് ടീ പ്ലാന്റ്, കോഫി പ്ലാന്റ് അല്ലെ, ടീ കോഫി ഇങ്ങനത്തെ ആവശ്യങ്ങൾ, റബ്ബർ പ്ലാന്റേഷൻ ഇതൊക്കെ കൊമേഴ്ഷ്യൽ ആണ് അല്ലെ കുറച്ചും കൂടെ. അപ്പം ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലാർജ് ഏരിയാസ് ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ് എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു മീറ്റ് യൂറോപ്സ് ഗ്രോയിങ് നീഡ് ഫോർ ദീസ് കോമഡിറ്റീസ്. യൂറോപ്പിന്റെ ഈ ഒരു ആവശ്യം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. The colonial government took over the forest and gave vast areas to European planters at cheap rate. അപ്പം ഈ കൊളോണിയൽ ഗവൺമെന്റ് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിലെ സ്ഥലം അല്ലെ വളരെ ചീപ്പായിട്ട് ആർക്ക് കൊടുക്കാണ്? പ്ലാന്റേഷന് വേണ്ടിയിട്ട് യൂറോപ്പിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് യൂറോപ്യൻ പ്ലാന്റേഴ്സിന് വളരെ ചീപ്പ് റേറ്റിൽ എന്ത് ചെയ്യാണ്? ഇങ്ങനത്തെ പ്ലാന്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് അല്ലെ, ടീ കോഫി ഇങ്ങനത്തെ പ്ലാന്റേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് വളരെ ചീപ്പ് റേറ്റിൽ എന്ത് ചെയ്യാണ്? കൊളോണിയൽ ഗവൺമെന്റ് യൂറോപ്യൻ പ്ലാന്റേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. These areas were enclosed and cleared of forest and planted with tea or coffee. എന്ത് ചെയ്തു? ഓൾറെഡി ഇപ്പം ഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങൾ മുറിച്ചു, ആൾക്കാർക്ക് റോ മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങൾ മുറിച്ചു, ഇനി റെയിൽവേ ട്രാക്ക് പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങൾ മുറിച്ചു. നെക്സ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് മുറിക്കുന്നത്? ടീ കോഫി പ്ലാന്റേഷൻസിന് വേണ്ടിയിട്ട് അവര് ചീപ്പ് റേറ്റിന് റെന്റിന്റെ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാണ്? ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്? അവര് അതിനു വേണ്ടിയിട്ട് അതെ ആ മരങ്ങൾക്ക് അവര് അത് അൺബെനിഫിഷ്യൽ, ഒരു ബെനിഫിറ്റ് വിത്തൗട്ട് എനി ബെനിഫിറ്റ് എന്നാ പറയുന്നത് ഫോറസ്റ്റ് കൊണ്ട്. അതുകൊണ്ട് അവരതിനെ ക്ലിയർ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങള് വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ the rise of commercial forestry. Rise of commercial forestry. So the British were worried that the use of forest by local people and the reckless felling of trees by traders would destroy forest. അപ്പം ബ്രിട്ടീഷുകാർ എന്ത് വിചാരിച്ചു? The use of forest by local people and reckless felling of trees by traders would destroy forest. അപ്പം അവർ മനസ്സിലാക്കി എന്താണ്? ആ ഫോറസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അല്ലെ. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ആ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാർ വിചാരിച്ചു ഇവര് ഈ ഫോറസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാന്ന് പറയുമ്പം അവർക്ക് വേണ്ട സാധനങ്ങൾ അല്ലെ, ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ഫുഡ് ആയിക്കോട്ടെ, അവർക്കുള്ള ഷെൽട്ടർ ആയിക്കോട്ടെ, അവർക്ക് വേണ്ട ഫ്യൂവൽ ആയിക്കോട്ടെ, ഇതൊക്കെ അവരെവിടെ നിന്നാണ് എടുക്കുന്നത്? ഫോറസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് കൂടാതെ ഇങ്ങനെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാര് അവരുടെയും കൂടെ ആവശ്യത്തിനൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാല് ഫോറസ്റ്റ് മുഴുവൻ ഡിസ്ട്രോയ് ആയി പോകുന്ന അവര് വിചാരിക്കുകയാണ്. So they decided to invite a German expert, Dietrich Brandes. നിങ്ങൾ ഈ പേര് ഓർത്തോളെ, ഡയറ്റ്രിച്ച് ബ്രാൻഡിസ്. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ് അല്ലെ. ഡയറ്റ് റിച്ച് അല്ലെ, ബ്രാൻഡി അല്ലെ, ബ്രാൻഡി വെച്ചിട്ട് ഡയറ്റ് റിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് അല്ലെ. ഡയറ്റ്രിച്ച് ബ്രാൻഡിസ് എന്ന് പറയുന്ന ആളെ കൊണ്ടുവരാണ്. ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവരാണ് ജർമ്മനിയിൽ നിന്നും. ഓക്കെ, ജർമ്മനിയിൽ നിന്ന് ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവരാണ്. ഡിസൈഡഡ് ടു ഇൻവൈറ്റ് എ ജർമ്മൻ എക്സ്പേർട്ട് Dietrich Brandes for advice and made him the first Inspector General of Forest in India. അപ്പം ഇദ്ദേഹം ആരാണ്? ഡയറ്റ്രിച്ച് ബ്രാൻഡിസ് എന്ന് പറയുന്ന ആരാണ്? ഫസ്റ്റ്
ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ്. അപ്പൊ ഫോറസ്റ്റിന്റെ ഫസ്റ്റ് ഇൻസ്പെക്ടർ ജനറൽ ആയിട്ട് ആരെയാ കൊണ്ടുവരുന്നത്? ജർമ്മൻ എക്സ്പേർട്ട് ആണ് ഡയട്രിച്ച് ബ്രാൻഡസ്. ബ്രാൻഡസ് realized that a proper system had to be introduced to manage the forest and people had to be trained in the science of conservation. This system would need legal sanction. അപ്പം ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി ഫോറസ്റ്റിന് ഒരുപാട് ഡിസ്ട്രക്ഷൻ അല്ലെ, ഒരുപാട് തരത്തിലുള്ള ലോക്കൽ പീപ്പിൾ ആയിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ ഒരുപാട് ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എന്ന ഒരു സ്റ്റേജിൽ അവർ മനസ്സിലാക്കുന്നു. അപ്പം അതിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് കിട്ടാൻ വേണ്ടി അവരൊരു ജർമ്മൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡയട്രിച്ച് ബ്രാൻഡസിനെ കൊണ്ടുവരുന്നു. അപ്പം അദ്ദേഹത്തിനെ ഫസ്റ്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആക്കിയിട്ട് അവരെ പ്ലേസ് ചെയ്യാണ്. അപ്പം അദ്ദേഹം മനസ്സിലാക്കി എന്താണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ ഒരു സയന്റിഫിക് ആയിട്ടൊരു സിസ്റ്റം വേണം. നമ്മുടെ ഫോറസ്റ്റ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനെ കൺസർവേഷൻ അല്ലെ, ബൈ കൺസർവേഷൻ, സയൻസ് ഓഫ് കൺസർവേഷൻ അവിടെ കൊണ്ടുവരണം. ആ നശിച്ചുകൊണ്ടിരിക്കുന്ന ഫോറസ്റ്റിനെ കൺസർവ് ചെയ്ത് വെക്കണം അല്ലെ, പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സയന്റിഫിക് സിസ്റ്റം വേണം ഫോർ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് അല്ലെ. പക്ഷെ അങ്ങനെ ചുമ്മാ ഒരു സിസ്റ്റം നമുക്ക് ആൾക്കാരുടെ ഇടയിൽ ഒരു ട്രെയിനിങ് കൊടുക്കണം അല്ലെ, പീപ്പിളിന് ആ ഒരു സയന്റിഫിക് സിസ്റ്റത്തിനെ പറ്റി ഒരു ട്രെയിൻ ചെയ്തെടുക്കണം. ഓക്കെ, ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കണം. സോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? ലീഗൽ സാങ്ഷൻ വേണം. ഓക്കെ, അത് ലീഗലി അതിന് സാങ്ഷൻ ചെയ്ത് കിട്ടണം. സോ റൂൾസ് അബൌട്ട് ദ യൂസ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് ഹാഡ് ടു ബി ഫ്രെയിംഡ്. അപ്പം ആ ഒരു സമയത്താണ് ഫോറസ്റ്റ് റിസോഴ്സസിന്റെ യൂസ് അല്ലെ, ഫോറസ്റ്റ് റിസോഴ്സസിന്റെ യൂസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു റൂൾസ് കൊണ്ടുവരണം. ഇപ്പൊ നിലവിൽ എന്താണ്, ഫോറസ്റ്റ് റിസോഴ്സസ് ഫോറസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് എടുത്തിട്ട് വരാം അല്ലെ, അതുപോലെ തന്നെ ഫോറസ്ട്രി അല്ലാതെ ഡിസ്ട്രക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ, മരങ്ങൾ വുഡിന് വേണ്ടി കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇനി അഥവാ അല്ലാത്ത ആൾക്കാരും ഉണ്ട് അല്ലെ, ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇദ്ദേഹം എന്താ പറയുന്നത്, ലീഗലി അത് കൊണ്ടുവരണം. ലീഗലി കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ഉണ്ടാക്കണം അല്ലെ, നിയമങ്ങൾ കൊണ്ടുവരണം. So rules about the use of forest resources had to be framed. അപ്പം ഫോറസ്റ്റ് റിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവരണം. അതുപോലെ തന്നെ ഫെല്ലിംഗ് ഓഫ് ട്രീസ് ആൻഡ് ഗ്രേസിംഗ് ഹാഡ് ടു ബി റെസ്ട്രിക്റ്റഡ്. നമ്മള് മരങ്ങൾ ഇങ്ങനെ കുറെ മുറിക്കുന്നുണ്ട് അല്ലെ, ആ മരങ്ങൾ മുറിക്കുന്നതും അതുപോലെ തന്നെ ഗ്രേസിംഗ് അല്ലെ, ഒരുപാട് കന്നുകാലികൾ ഉണ്ടെങ്കിൽ ഗ്രേസിംഗ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, ടു ബി റെസ്ട്രിക്റ്റഡ് സോ ദാറ്റ് ഫോറസ്റ്റ് കുഡ് ബി പ്രിസർവ്ഡ് ഫോർ ടിംബർ പ്രൊഡക്ഷൻ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ്, ഈ മരങ്ങൾ ഒക്കെ കട്ട് ചെയ്യുന്നത് നിർത്തിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ ഫോറസ്റ്റ് ഒക്കെ നമ്മള് ടിംബർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ മതി, പ്രിസർവ് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് അദ്ദേഹം സയന്റിഫിക്കലി കൊണ്ടുവന്നിട്ടുള്ള കാര്യം അല്ലെ. ആൾക്കാര് ഈ ഗ്രേസിംഗ് ആയിക്കോട്ടെ അല്ലാതെ ഫെല്ലിംഗ് ട്രീസ് ആയിക്കോട്ടെ, ഫെല്ലിംഗ് ഓഫ് ട്രീസ് ഒക്കെ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ടിംബർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫോറസ്റ്റിനെ നീക്കി വെക്കണം എന്നാണ് ഈ ജർമ്മൻ എക്സ്പേർട്ട് അഭിപ്രായപ്പെട്ടത്. സോ അതിനു വേണ്ടിയിട്ട് എന്തും കൊണ്ടുവരണം, rules കൊണ്ടുവരണം. Rules about the use of forest resources has to be framed. Okay. Anybody who cut trees without following the system had to be punished. ഇനി ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാതെ ആരെങ്കിലും മരം മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, പണിഷ് ചെയ്യണം. So anybody who cut trees without following the system had to be punished. So Brandis set up the Indian Forest Service. അപ്പം ഇന്ത്യയില് ബ്രാൻഡിസ് ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഏത് വർഷമാണ്, 1864. Indian Forest Service in 1864 and helped formulate the Indian Forest Act of 1865. ഈ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 1864 എന്താണ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കൊണ്ടുവന്നു. 1865 എന്താണ്, അത് കഴിഞ്ഞ ഒരു വർഷം അല്ലെ, ഒറ്റ വർഷത്തിനിടയിൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടും കൊണ്ടുവന്നു. ആരാ കൊണ്ടുവന്നത്, ബ്രാൻഡിസ് സെറ്റപ്പ് ദ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇൻ 1864 and helped formulate the Indian Forest Act 1865. അദ്ദേഹം എന്ത് ചെയ്തു, anybody who cut trees without following the system had to be punished അല്ലെ. ഒരു സിസ്റ്റം നമ്മളെ റൂൾസ് ഫോളോ ചെയ്യാതെ ആരെങ്കിലും മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പണിഷ് ചെയ്യണമെന്ന് പറഞ്ഞു.
So the Imperial Forest Research Institute was set up at Dehradun in 1906. 1906 എന്ത് സംഭവിച്ചു? ഇംപീരിയൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇംപീരിയൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഡെറാഡൂൺ, അറ്റ് ഡെറാഡൂൺ ഇൻ 1906. The system they taught here was called, അവിടെ അവര് ഒരു സിസ്റ്റം പഠിപ്പിച്ചു അല്ലെ, ആൾക്കാരെ ട്രെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അവരവിടെ സിസ്റ്റം പഠിപ്പിച്ചതാണ് സയന്റിഫിക് ഫോറസ്ട്രി. എന്താണ് പഠിപ്പിച്ചത്? സയന്റിഫിക് ഫോറസ്ട്രി എന്നാണ് അവര് പഠിപ്പിച്ചത്. Many people now, including ecologists, feel that this system is scientific at all. It's not scientific at all. അപ്പം അന്ന് അവരത് പഠിപ്പിച്ചത് എന്താണ്, ഇത് സയന്റിഫിക് സിസ്റ്റം ആണ് എന്ന് പറഞ്ഞിട്ട് അവര് എന്ത് തുടങ്ങിയിട്ടുണ്ട്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു 1906. എന്നിട്ട് അവരവിടെ സയന്റിഫിക് ഫോറസ്ട്രി പഠിപ്പിച്ചു. പക്ഷേ ഇന്നത്തെ പ്രസന്റ് എക്കോളജിസ്റ്റ് അത് നോട്ട് അറ്റ് ഓൾ സയന്റിഫിക് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. സോ സയന്റിഫിക് ഫോറസ്ട്രിയിൽ എന്താണ് അവർ പറയുന്നത്? നാച്ചുറൽ ഫോറസ്റ്റ് which had loads of different types of trees were cut down. സയന്റിഫിക് ഫോറസ്ട്രി പ്രകാരം അവർ പറയുന്നത് എന്താണ്? നാച്ചുറൽ ഫോറസ്റ്റിലെ നമ്മുടെ നാച്ചുറൽ ആയിട്ട് വളരുന്ന, നമ്മളൊന്നും ചെയ്യേണ്ട ഫോറസ്റ്റ് തന്നെ വളരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫോറസ്റ്റ് അല്ലെ, ആ നാച്ചുറൽ ഫോറസ്റ്റ് എന്ത് ചെയ്യണം? which had loads of different types of trees അല്ലെ. ആ നാച്ചുറൽ ഫോറസ്റ്റ് ആകുമ്പോൾ പലതരത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 500 ടൈപ്സ് ഓഫ്, നമ്മൾ ഒരു ഫോറസ്റ്റ് പാച്ച് എടുക്കുമ്പോൾ തന്നെ എന്താണ് 500 ടൈപ്പ് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീസ് ഒക്കെ നമുക്ക്, ഡിഫറെന്റ് സ്പീഷീസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ നാച്ചുറൽ ഫോറസ്റ്റ് എന്ത് ചെയ്യണം? കട്ട് ഡൗൺ ചെയ്യണം. അതാണ് അവര് സയന്റിഫിക് ഫോറസ്ട്രിയിൽ പറയുന്നത്. നാച്ചുറൽ ഫോറസ്റ്റിന് എന്ത് ചെയ്യുക? കട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻ ദെയർ പ്ലേസ് വൺ ടൈപ്പ് ഓഫ് ട്രീസ് വാസ് പ്ലാന്റഡ് ഇൻ സ്ട്രെയിറ്റ് റോസ്. എന്നിട്ട് എന്ത് ചെയ്യുക? നാച്ചുറൽ ആയിട്ടുള്ള ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് സ്പീഷീസ് ഉണ്ടാവും അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെ, ഒരുപാട് മരങ്ങൾ ഉണ്ടാവും, പല തരത്തിലുള്ള മരങ്ങൾ ഉണ്ടാവും. അതൊക്കെ മുറിച്ചിട്ട് ഒറ്റ ടൈപ്പ് പ്ലാന്റ് ഒരു റോയിൽ കൾട്ടിവേറ്റ് ചെയ്യുക. ആ രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? പ്ലാന്റേഷൻ. ദിസ് ഈസ് കോൾഡ് എ പ്ലാന്റേഷൻ. അതിനെയാണ്, അപ്പൊ പ്ലാന്റേഷൻ ആണ് അവര് സയന്റിഫിക് ഫോറസ്ട്രി പ്രകാരം കൊണ്ടുവന്ന എന്താണ്? പ്ലാന്റേഷൻ ആണ്. പ്ലാന്റേഷനിൽ എന്താ ചെയ്യുന്നത്? Natural forests which had loads of different types of trees were cut down. In their place, one type of tree was planted in straight rows. അല്ലെ, മരങ്ങള് നാച്ചുറൽ ആയിട്ട് ഡിഫറെന്റ് തരത്തിലുള്ള മരങ്ങൾ ഉണ്ടാവും, അതൊക്കെ മുറിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒറ്റ ടൈപ്പ് മരത്തിനെ മാത്രം നമ്മള് ഉണ്ടാക്കിയെടുക്കുക. അതിനെയാണ് അവര് എന്ത് പറയുന്നത്? പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ forest officials surveyed the forest, estimated the area under different types of trees and made working plans for forest management. They planned how much of the plantation area to cut every year. Forest official surveyed the forest, estimated the area under different types of trees and made working plans for forest management. They planned how much of the plantation area to cut every year. അപ്പം അവര് ആ പ്ലാന്റേഷൻ ഉണ്ടാക്കി അവരെന്ത് ചെയ്യണം? എത്രമാത്രം പ്ലാന്റേഷൻ ഓരോ വർഷം കട്ട് ചെയ്യണം എന്നുള്ള. The area cut was then to be replanted so that it was ready to be cut again in some cases. അപ്പം കട്ട് ഏരിയാസ് എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? റീപ്ലാന്റേഷൻ നടത്തണം. നമ്മൾ മരങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണ്, നാച്ചുറൽ ഫോറസ്റ്റ് ആണ്. അത് മുറിച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റത്തരം പ്ലാന്റ് വെക്കുക, അതിനെ മുറിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും അവിടെ പ്ലാന്റ് ചെയ്യുക. അങ്ങനെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വീണ്ടും കുറച്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? മുറിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ രീതിയിലാണ് കൊണ്ടുവന്നത്. After the Forest Act was enacted in 1865, it was amended twice. അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ലോ അമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അമെന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിനകത്ത് കുറച്ച് ഭേദഗതി വരുത്തുക, അല്ലെങ്കിൽ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. അപ്പം 1865 ആ ലോ ഇനാക്ട് അല്ലെ, ഫോറസ്റ്റ് ആക്ട് വന്നത്. അത് 2 വട്ടം അമെന്റ്മെന്റ് നടത്തി, 1878 1927. 2 വർഷങ്ങളിലായിട്ട് ലോയ്ക്ക് എന്തു നടത്തി? അമെന്റ്മെന്റ്. ആഫ്റ്റർ ദ ഫോറസ്റ്റ് ആക്ട് വാസ് enacted in 1965, it was amended twice, once in 1878, then in 1927. The 1878 Act divided
forest into 3 categories: reserved, protected and village forest. അപ്പം ഏത് വർഷമാണ് 1865 ഫോറസ്റ്റ് ആക്ട് വന്നു. അതിനുശേഷം ആ നിയമം 2 വട്ടം അമെൻമെന്റ് നടത്തി. 1878 നടത്തി, 1927 നടത്തി. ഈ 1878 എന്താ നടന്നത്? ഫോറസ്റ്റിനെ എന്താക്കിയിട്ട് ഡിവൈഡ് ചെയ്തു? 3 കാറ്റഗറീസ്. ഈ കാറ്റഗറീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? 3 കാറ്റഗറീസ് ആയിട്ട് ഫോറസ്റ്റിനെ ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാ കാറ്റഗറി? റിസർവ്ഡ് ഫോറസ്റ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ഉണ്ട് ആൻഡ് വില്ലേജ് ഫോറസ്റ്റ്. അങ്ങനെ 3 തരത്തിലുള്ള ഫോറസ്റ്റ് ആയിട്ട് 1878 ആക്ട് എന്ത് ചെയ്തു? ഒരു ഫോറസ്റ്റിനെ തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. റിസർവ്ഡ്, പ്രൊട്ടക്റ്റഡ്, വില്ലേജ് ഫോറസ്റ്റ്. 3 തരത്തിലുള്ള ഫോറസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദ ബെസ്റ്റ് ഫോറസ്റ്റ് വെർ കോൾഡ് റിസർവ്ഡ് ഫോറസ്റ്റ്. അതിൽ റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് ബെസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ നിങ്ങൾ വേറെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കും. ആൻഡ് ദ ബെസ്റ്റ് ഫോറസ്റ്റ് വെർ കോൾഡ് റിസർവ്ഡ് ഫോറസ്റ്റ്. ഈ റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ള ആ ഒരു സെന്റർ അല്ലെങ്കിൽ റിസർവ്ഡ് ആണ്. അവിടെ എന്താണ്? വില്ലേജേഴ്സ് കുഡ് നോട്ട് ടേക്ക് എനിത്തിങ് ഫ്രം ദീസ് ഫോറസ്റ്റ്. അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞു ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ട സാധനങ്ങൾ, ഫുഡ് ആയിക്കോട്ടെ, ഫ്യൂവൽ ആയിക്കോട്ടെ, അവർക്ക് വേണ്ട ക്ലോത്തിന് ഉണ്ടാക്കേണ്ട സാധനങ്ങളായിക്കോട്ടെ, എല്ലാ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവർ എവിടുന്ന കളക്ട് ചെയ്യുന്നത്? ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. 1878 ഈ ആക്ട് ഫോറസ്റ്റിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? അപ്പം ഈ റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി റിസർവ്ഡ് ആണ്. റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ട്രെയിനിലും ബസ്സിലൊക്കെ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടില്ലേ? എന്താ ചെയ്യുന്നത്? ആ സീറ്റ് നമ്മളുടേതാണ്, അവിടെ വേറെ ആരും ഇരിക്കാൻ പാടില്ല, അതല്ലേ റിസർവേഷൻ. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? ഫോറസ്റ്റും റിസർവ് ചെയ്ത് വെക്കാണ്. അവിടേക്ക് ആർക്കും പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. അവിടേക്ക് അവിടുന്ന് ആരും ഒന്നും എടുക്കാനും പാടില്ല. അതാണ് റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പം വില്ലേജസ് ഓൾറെഡി ഫോറസ്റ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മളിപ്പോ ഫോറസ്റ്റിനെ 3 ആക്കിയത് കണ്ടു. റിസർവ്ഡ് ഫോറസ്റ്റിൽ ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ വില്ലേജസിന് പോകാൻ പറ്റുമോ? ഇല്ല. വില്ലേജേഴ്സ് കുഡ് നോട്ട് ടേക്ക് എനിത്തിങ് ഫ്രം ദീസ് ഫോറസ്റ്റ് ഇവൻ ഫോർ ദ ഓൺ യൂസ്. അപ്പം ഓൾറെഡി അവര് വില്ലേജേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അവര് വേണ്ട സാധനങ്ങൾ, തേനായിക്കോട്ടെ അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ പ്രോഡക്റ്റ് ഒക്കെ ആയിക്കോട്ടെ, ഗമ്മോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവര് ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യും, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കും. ബാക്കിയുള്ള സാധനങ്ങൾ അവർ പുറത്തു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? സെയിൽ നടത്തുമായിരുന്നു. ഓക്കെ, അവര് വിറ്റിട്ടൊക്കെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു അമെൻമെന്റ് അല്ലെ 1878 ഈ ഒരു അമെൻമെന്റ് വന്നതിന് ശേഷം ഈ റിസർവ് ഫോറസ്റ്റില് ആ വില്ലേജേഴ്സിന് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം വന്നു. ഓക്കെ, വില്ലേജേഴ്സ് കുഡ് നോട്ട് ടേക്ക് എനിത്തിങ് ഫ്രം ദീസ് ഫോറസ്റ്റ് ഈവൻ ഫോർ ദെയർ ഓൺ യൂസ്. ഫോർ ഹൗസ് ബിൽഡിംഗ് ഓർ ഫ്യൂവൽ they could take wood from protected or village forest. അപ്പം അവർക്കും മരങ്ങൾ വേണം അല്ലെ? വീടുണ്ടാക്കാനായിക്കോട്ടെ, ഫ്യൂവലിനായിക്കോട്ടെ, അവർക്കും എന്ത് വേണം? മരങ്ങൾ വേണം. ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എടുക്കാം. എവിടെ നിന്ന് എടുക്കാം? റിസർവ്ഡിൽ നിന്നും പറ്റില്ല, അവർക്ക് പ്രൊട്ടക്റ്റഡിൽ നിന്നും എടുക്കാം, അതുപോലെ തന്നെ വില്ലേജ് ഫോറസ്റ്റിൽ നിന്നും എടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഫോറസ്റ്റ് അല്ലെ റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ബെസ്റ്റ് ഫോറസ്റ്റ് ആണ്. അവിടെ നിന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല. അവർക്ക് പ്രൊട്ടക്റ്റഡിൽ നിന്നും എടുക്കാം, അതുപോലെ തന്നെ വില്ലേജ് ഫോറസ്റ്റിൽ നിന്നും എടുക്കാം. അപ്പം ആ രീതിയിലാണ് 1878 ആക്ട് വന്നിട്ടുള്ളത്. സോ ഹൗ വേർ the lives of people affected. അപ്പം ഇത് എങ്ങനെയാണ്? how were the lives of people affected? എങ്ങനെയാണ് ആൾക്കാരുടെ ജീവിതത്തിനെ ഇത് ബാധിച്ചിട്ടുള്ളത്? Foresters and villagers had very different ideas of what a good forest should look like. Villagers wanted forests with a mixture of species to satisfy different needs. അല്ലെ, അവരുടെ ആവശ്യം എന്തായിരുന്നു? വില്ലേജേഴ്സിന് എങ്ങനെ വേണമായിരുന്നു? ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ്. ഇപ്പം ബ്രിട്ടീഷേഴ്സ് എന്താ ചെയ്തത്? കോളനി ഇമ്പീരിയലിസം വന്ന സമയത്ത് എന്താ ചെയ്തത്?
എന്താ ചെയ്തത്? നാച്ചുറൽ ആയിട്ടുള്ള ട്രീസിനെ ഒക്കെ മുറിച്ച് കളഞ്ഞിട്ട് അവിടെ പുതിയതിനെ വെച്ചു അല്ലെ, പ്ലാന്റേഷൻ നടത്തി. പക്ഷെ വില്ലേജേഴ്സ് അവിടെ ഓൾറെഡി ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് എന്താ വേണ്ടത്? ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്ന അവരുടെ ഇമാജിനേഷനിൽ എന്താണ്? പല തരത്തിലുള്ള ജീവികളായിക്കോട്ടെ, പല തരത്തിലുള്ള പ്ലാന്റ്സ് ആയിക്കോട്ടെ അല്ലെ, പല തരത്തിലുള്ള ആവശ്യങ്ങൾ അവർക്ക് ആ ഫോറസ്റ്റ് നിറവേറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പം അവരുടെ ആഗ്രഹം അതായിരുന്നു. ഡിഫറെന്റ് നീഡ്സ് അല്ലെ, ഫ്യൂവൽ വേണം, ഫോഡർ വേണം ആൻഡ് ലീവ്സ് അല്ലെ. Forest department on the other hand wanted trees which were suitable for building ships. അപ്പം ആൾക്കാർക്ക് വില്ലേജേഴ്സിന് എന്താ വേണ്ടത്? അവർക്ക് അവരുടെ ഫോറസ്റ്റിന് ഡിഫറെന്റ് സ്പീഷീസ് വേണം, അവരുടെ ഫ്യൂവൽ ആയിക്കോട്ടെ, ഫോഡർ ആയിക്കോട്ടെ, ക്ലോത്ത് ആയിക്കോട്ടെ, ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ ഫോറസ്റ്റ് വേണം. പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് വേണ്ടത്? അവർക്ക് ഷിപ്പ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെയുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് വേണം? ട്രീസ് വേണം. They needed trees that could provide hardwood അല്ലെ, അവർക്ക് നല്ല കാതലുള്ള ഹാർഡ്വുഡ് ആൻഡ് were tall and straight ആയിട്ടുള്ള അല്ലെ, ടോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മരങ്ങൾ അല്ലെ, അവർക്ക് ലോങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ടോൾ സ്ട്രെയിറ്റ് ഫോറസ്റ്റ് അങ്ങനത്തെയാണ് വേണ്ടത്. വില്ലേജേഴ്സിന് ആവശ്യമുള്ളത് പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്യൂവലും ഫോഡറും ലീവ്സ് ഒക്കെ തരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടുള്ളതല്ല അവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം എന്ന് പറയുന്നത്. സോ particular species like teak and sal were promoted. അപ്പം others were cut അല്ലെ. അപ്പം അവരെന്ത് ചെയ്തു? അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇങ്ങനെ റെയിൽവേ ട്രാക്കും ഷിപ്പൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് തേക്ക് മരങ്ങളും അതുപോലെ തന്നെ സാലൊക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം അതിനൊക്കെ എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തിട്ട് പർട്ടിക്കുലർ സ്പീഷീസ് ആയിട്ടുള്ള തേക്കും സാലും പ്രൊമോട്ട് ചെയ്തിട്ട് ആൻഡ് അതേഴ്സ് ബാക്കി എല്ലാം മുറിച്ചു. ഇൻ ഫോറസ്റ്റ് ഏരിയാസ് പീപ്പിൾ യൂസ് ഫോറസ്റ്റ് പ്രോഡക്ട്സ്, റൂട്ട്, ലീവ്സ്, ഫ്രൂട്ട് ആൻഡ് ട്യൂബേഴ്സ് ഫോർ മെനി തിങ്സ് അല്ലെ. അവരുടെ മരത്തിന്റെ റൂട്ടുകളായിക്കോട്ടെ അല്ലെ, മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. ലീവ്, ഫ്രൂട്ട്, ട്യൂബേഴ്സ് അല്ലെ, ഫുഡ് കഴിക്കാനൊക്കെ അവര് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ആർ ന്യൂട്രീഷ്യസ് ടു ഈറ്റ് അല്ലെ. ഫ്രൂട്ട് ആയിക്കോട്ടെ, ട്യൂബേഴ്സ് ആയിക്കോട്ടെ അവർക്ക് കഴിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിരുന്നു. എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ മൺസൂൺസ് ബിഫോർ ദേ ഹാർവെസ്റ്റ് ഹാസ് കമ്മിങ്. ഹെർബ്സ് ആർ യൂസ്ഡ് ഫോർ മെഡിസിൻ അല്ലെ. പണ്ട് പച്ചില മരുന്നുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, പച്ചില മരുന്നുകളൊക്കെ അരച്ചിട്ട് എന്താ അവർ മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യും. വുഡ് ഫോർ അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് ലൈക്ക് യോക്സ് ആൻഡ് പ്ലോസ്. ബാംബു മേക്ക് എക്സലന്റ് ഫെൻസസ്. അവരെന്ത് ചെയ്യും അല്ലെ, വേലികളൊക്കെ അല്ലെ, ഈ കൃഷിയൊക്കെ ആണെങ്കിലും അവരെ ആക്രമിക്കാതിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവര് ബാംബു വെച്ചിട്ട് നല്ല വൃത്തിക്ക് എന്ത് ചെയ്യും, വേലിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് ഓൾസോ യൂസ് ടു മേക്ക് ബാസ്കറ്റ് ആൻഡ് അംബ്രലാസ്. അപ്പൊ അവര് ഈ ബാംബു വെച്ചിട്ട് ഫെൻസ് ഉണ്ടാക്കുമായിരുന്നു, ബാസ്കറ്റ് ഉണ്ടാക്കുമായിരുന്നു, അംബ്രലാസ് ഉണ്ടാക്കുമായിരുന്നു അല്ലെ. A dried scooped out gourd can be used as a portable water bottle. അപ്പൊ അവര് ഈ ഗോഡൊക്കെ എന്ത് ചെയ്യാണ്, ഡ്രൈ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ബോട്ടിലിനൊക്കെ പകരം അവർക്ക് എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പോർട്ടബിൾ ആയിട്ടുള്ള അല്ലെ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് അവര് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അവരുടെ ആവശ്യങ്ങളൊക്കെ അവർക്ക് ഈ ഫോറസ്റ്റ് നിറവേറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കൊളോണിയലിസം വന്നതിന് ശേഷം അല്ലെങ്കിൽ എന്താണ്, ഫോറസ്റ്റ് ആക്ട് വന്നതിന് ശേഷം എന്താണ്, ഇവർക്ക് എല്ലായിടത്തും എന്ത് ചെയ്യാണ്, റിസർവ്ഡ് ഫോറസ്റ്റിൽ എസ്പെഷ്യലി എന്താണ്, റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, almost everything is available in the forest. Leaves, forest എല്ലാം ഓൾമോസ്റ്റ് എല്ലാം എന്താണ് അവൈലബിൾ ഇൻ ദി ഫോറസ്റ്റ്. ലീവ്സ് ക്യാൻ ബി സ്റ്റിച്ച് ടുഗദർ ടു മേക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ആൻഡ് കപ്സ്. എന്ത് ചെയ്യാം, ഇലകളൊക്കെ യൂസ് ചെയ്ത് അല്ലെ, വലിയ ഇലകളൊക്കെ വെച്ചിട്ട് അവർക്ക് പ്ലേറ്റ് ആയിട്ട് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റ്. നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ടാവും അല്ലെ, പ്ലാവിലൊക്കെ എടുത്തിട്ട് നമ്മൾ കഞ്ഞി കുടിക്കുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. സോ അതുപോലെ അവര് എന്ത് ചെയ്തിട്ടാണ്, ഡിസ്പോസിബിൾ ആയിട്ട് അവർക്ക് വലിയ വലിയ ഇലകൾ അവർക്ക് പ്ലേറ്റ് ആയിട്ടും സ്പൂൺ അല്ലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റും കപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദ സിയാദി ബൊഹീനിയ റാബ്ലി എന്ന് പറയുന്ന ക്രീപ്പർ, അതൊരു ക്രീപ്പർ ആണ്. ഈ ക്രീപ്പർ ക്യാൻ ബി യൂസ് ടു മേക്ക് റോപ്സ് അല്ലെ. ക്രീപ്പർ ആകുമ്പോൾ അത് ഇങ്ങനെ കയർ പോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പം ആ രീതിയിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ടോണി ബാർക്ക് ഓഫ് ദി സെമർ, അത് സിൽക്ക് കോട്ടൺ ആണ്. ആ ട്രീ എന്തിനു വേണ്ടിയിട്ട് അവര് വെജിറ്റബിൾ ഗ്രേറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതിന്റെ തോണുള്ള ബാർക്ക് അവര് പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പം അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അവർക്ക് എന്തുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിലെ റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ആൻഡ്
oil for cooking and to light lamps can be pressed from fruit of the mahua trees. അപ്പം അവർക്ക് വേണ്ട ഓയിൽ അല്ലെ ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും കുക്കിങ്ങിനൊക്കെ അവർക്ക് മഹുവ പ്ലാന്റിൽ നിന്നും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. The Forest Act meant severe hardship for villagers across the country. അപ്പം ഈ ഒരു ഫോറസ്റ്റ് ആക്ട് വന്നപ്പോ നിങ്ങൾ തന്നെ ഇപ്പൊ കണ്ടു അല്ലെ എന്തോരം കാര്യങ്ങളായിരുന്നു ഫോറസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന വില്ലേജേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അല്ലെ. അവർക്ക് വേണ്ട ഫുഡ് ആയിക്കോട്ടെ, അവർക്ക് വേണ്ട ക്ലോത്ത് ആയിക്കോട്ടെ, അവർക്ക് വേണ്ട പല കാര്യങ്ങളും അല്ലെ. ഈവൻ വാട്ടർ ബോട്ടിൽ, ഫെൻസസ് ഉണ്ടാക്കുക, ബാസ്ക്കറ്റ് ഉണ്ടാക്കുക, എല്ലാത്തിനും സപ്ലൈ തരുന്നത് ആരായിരുന്നു? ഫോറസ്റ്റ് ആയിരുന്നു. പക്ഷെ ഈ ഫോറസ്റ്റ് ആക്ട് വന്നതിന് ശേഷം അതെന്താണ് പാർട്ടിക്കുലർലി മെൻ ഫോർ കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെ. റെയിൽവേ ആയിക്കോട്ടെ, ഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനത്തെ മരങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ നശിപ്പിച്ചു കളയാണ് ചെയ്തത്. ഓക്കെ. After the act, all their everyday practices, cutting wood for their houses, grazing their cattle, collecting fruits and roots, hunting and fishing became illegal. ഈ ആക്ട് വന്നതിന് ശേഷം ആക്ടിൽ എന്താ പറയുന്നത്? നിയമവിരുദ്ധമായിട്ട് റൂൾ അല്ലെ, ലീഗൽ സപ്പോർട്ടാണ് കൊണ്ടുവന്നത് റൂൾ. ഈ നിയമത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അണ്ടർ പണിഷ്മെന്റ് ആണ് അല്ലെ. പണിഷ്ഡ് ആയി പോകും. അതെന്താണ്? എവ്രിഡേ പ്രാക്ടീസസ്. അവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മരങ്ങൾ മുറിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്ക് അവരുടെ കാറ്റിൽ ഉണ്ടാവും അല്ലെ, അവർ വളർത്തുന്ന കാറ്റിൽസ് ഉണ്ടാവും, അതിന് വേണ്ട ഭക്ഷണം, അതിന്റെ ഗ്രേസിങ്ങിന് വിടാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫ്രൂട്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ, മെഡിസിനൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. അതൊക്കെ എന്തായിട്ട് മാറി? അതൊക്കെ എന്തായി? ഇല്ലീഗൽ അല്ലെ. ഒരു ലീഗൽ സപ്പോർട്ടാണ് കൊടുത്തത്. ആ ചെയ്യുന്നതൊക്കെ എന്തായിട്ട് മാറി? ഇല്ലീഗലായിട്ട് മാറി. പീപ്പിൾ വെർ നൗ forced to steal wood from the forest. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ലീഗലി അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പം നേർവഴിക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? അവരെന്ത് ചെയ്തു? ഫോഴ്സ്ഡ് ടു സ്റ്റീൽ. അവർക്ക് ഓൾറെഡി അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അത് ലീഗൽ സപ്പോർട്ട് കിട്ടിയതിന് ശേഷം അവര് എന്ത് ചെയ്യാണ്? അവർ നിർബന്ധിക്കപ്പെടുകയാണ് സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വുഡ് ഫ്രം ഫോറസ്റ്റ് അല്ലെ. വുഡൊക്കെ ഫോറസ്റ്റ് അവര് സ്റ്റീൽ ചെയ്യാണ്. ആൻഡ് ഇഫ് ദേ വെർ കോട്ട് they were at the mercy of the forest guards. ഇൻ കേസ് അവർ പിടിച്ച്, ഫോറസ്റ്റിലൊക്കെ ഗാർഡിനെ വെച്ചിട്ടുണ്ടാവും, ആരെങ്കിലും അനധികൃതമായിട്ട് ഇത് എൻ്റർ ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവര് ഫോറസ്റ്റില് അഥവാ കയറിയതൊക്കെ ഗാർഡുകൾ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യണം? would take bribes from them. ഫോറസ്റ്റ് ഗാർഡ് എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ആൻഡ് വുമൺ ഹൂ കളക്ടഡ് ഫ്യൂവൽ വുഡ് വേർ എസ്പെഷ്യലി worried. അപ്പം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വിറകൊക്കെ അല്ലെ, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വിറക് വേണം അല്ലെ. അപ്പൊ ഫ്യൂവൽ വുഡിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ അവരൊക്കെ പേടിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ഓൾസോ കോമൺ ഫോർ പോലീസ് കോൺസ്റ്റബിൾസ് ആൻഡ് ഫോറസ്റ്റ് ഗാർഡ്സ് to harass people by demanding free food from them. അപ്പം ഇവരെ ഈ ഗാർഡുകളൊക്കെ അവരെ പിടിച്ചു കഴിഞ്ഞാല് അവരെ പേടിപ്പിക്കും അല്ലെ, ഭീഷണിപ്പെടുത്തുകയോ ചെയ്യും, ഹരാസ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്ത് ചെയ്യുന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് അല്ലെ, അവർക്ക് തന്നെ ഫുഡ് അവർ കഷ്ടപ്പെട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഓൾറെഡി ഇവർക്ക് ഫുഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഈ ഫോറസ്റ്റിനാണ് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സമയത്താണ് ഇവർ ഇൻ കേസ് ഇവര് ഇങ്ങനത്തെ ഫ്യൂവൽ വുഡിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്, അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഫോറസ്റ്റ് ഗാർഡൊക്കെ എന്ത് ചെയ്യും? അവരെ ഹരാസ് ചെയ്തിട്ട് അവരെ കയ്യിൽ നിന്ന് ഫ്രീ ഫുഡ് അല്ലെ, അവർക്ക് പൈസ ഒന്നും കൊടുക്കാതെ അവരെ കയ്യിൽ നിന്ന് ഫ്രീ ഫുഡൊക്കെ വാങ്ങിയിട്ട് പോകും. ഓക്കെ. സോ ഹൗ ഡിഡ് ഫോറസ്റ്റ് റൂൾസ് അഫക്ട് കൾട്ടിവേഷൻ? എങ്ങനെയാണ് ഫോറസ്റ്റ് റൂള് കൾട്ടിവേഷനെ എഫക്ട് ആയിട്ടുള്ളത്? സോ one of the major impact of European colonialism was on the practice of shifting cultivation or certain agriculture. Okay. Major impact of European colonialism എന്ന് പറയുന്നത് practice of shifting cultivation. This is a traditional agricultural practice in many parts of Asia, Africa and South America. മേജർ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ പ്രാക്ടീസ് ആണ്. എവിടെയുള്ളത്? ഏഷ്യയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലും ഉണ്ട്. ഇറ്റ് ഹാസ് മെനി ലോക്കൽ നെയിംസ്. ഇത് പല പേരിലാണ് പല സ്ഥലത്ത് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്വീഡൻ അഗ്രികൾച്ചർ അറിയപ്പെടുന്നത്. സച്ച് ആസ് ലേഡിംഗ് എന്നാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പറയുന്നത്. മിൽപ്പ എന്ന് പറയും ഇൻ സെൻട്രൽ അമേരിക്ക.
ചിറ്റാമീൻ ഓർ ചവി ഇൻ ആഫ്രിക്ക ആൻഡ് ചെന ഇൻ ശ്രീലങ്ക. അപ്പൊ പല സ്ഥലങ്ങളില് പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇൻ ഇന്ത്യ ഥ്യ, പെൻഡ, ബിവാർ, നെവാദ്, ജും, പൊഡു, ഖണ്ടാഡ് ആൻഡ് കുംറി ആർ സം ഓഫ് ദി ലോക്കൽ ടേംസ് ഫോർ സ്വീഡൻ അഗ്രികൾച്ചർ. അപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ പേരുകളാ പറയാ? ധ്യ എന്ന് പറയും, പെൻറ്റ എന്ന് പറയും, ബിവാർ എന്ന് പറയും, നെവാദ് എന്ന് പറയും, ജും എന്ന് പറയും, പൊഡു എന്ന് പറയും, ഖണ്ടാഡ് എന്ന് പറയും, ആൻഡ് കുംറി. അപ്പം ഈ രീതിയിൽ പല സ്ഥലങ്ങളില് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് പല പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ മേജർ ഇമ്പാക്ട് ഓഫ് ദി യൂറോപ്യൻ കൊളോണിയലിസം. ഓക്കെ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? പാർട്സ് ഓഫ് ദി ഫോറസ്റ്റ് ആർ കട്ട് ആൻഡ് ബേൺഡ് ഇൻ റൊട്ടേഷൻ. എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും? പാർട്സ് ഓഫ് ഒരു ഫോറസ്റ്റിന്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യും? പാർട്ട് ഓഫ് ദ ഫോറസ്റ്റ് എന്ത് ചെയ്യും? മുറിച്ചിട്ട് ബേൺഡ് ഇൻ റൊട്ടേഷൻ. സീഡ്സ് ആർ സോൺ ഇൻ ആഷസ്. എന്ത് ചെയ്യും? അത് അവിടെ കത്തിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? നല്ലൊരു ആഷസ് ഒക്കെ കിട്ടും അല്ലെ? അവിടെ എന്ത് ചെയ്യും? സീഡ് ഇടും. എന്നിട്ട് ആഫ്റ്റർ ദ ഫസ്റ്റ് മൺസൂൺ റെയിൻസ് ആൻഡ് ദ ക്രോപ്പ് ഈസ് ഹാർവെസ്റ്റഡ് ബൈ ഒക്ടോബർ നവംബർ. എന്നിട്ട് അന്നേരം സീഡ് ഇട്ടിട്ട് എന്ത് ചെയ്യും? ഒക്ടോബർ നവംബർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. അതാണ് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനിൽ വരുന്നത്. ആൻഡ് സച്ച് പ്ലോട്ട്സ് ആർ കൾട്ടിവേറ്റഡ് ഫോർ എ കപ്പിൾ ഓഫ് ഇയേഴ്സ്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചെയ്യില്ല. കൾട്ടിവേറ്റഡ് ഫോർ എ കപ്പിൾ ഓഫ് ഇയേഴ്സ് ആൻഡ് ദെൻ ലെഫ്റ്റ് ഫാലോ ഫോർ 12 to 18 years. അങ്ങനെ കുറച്ച് വർഷങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 12 മുതൽ 18 വർഷം വരെ എന്ത് ചെയ്യും? അത് ചുമ്മാ ഫാലോ ആയിട്ട് ഇടും. ഓക്കെ, ഫോർ ദ ഫോറസ്റ്റ് ടു ഗ്രോ ബാക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് അവിടെ ഒരു ഫോറസ്റ്റ് ആയിരുന്നു അല്ലെ? അവിടെ നമ്മൾ മരം മുറിച്ചു, കത്തിച്ചു, ബേൺ ചെയ്തു, ആഷസ് ആക്കി. അവിടെയാണ് കൃഷി നടത്തുന്നത്. കൃഷി നടത്തി ഒരു കുറച്ച് വർഷം അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു 12 to 18 years അവിടെ ചുമ്മാ ഫാലോ ആയിട്ട് ഇടും. ഓക്കെ, a mixture of crops is grown on these plots. ആ പ്ലോട്ടില് ഡിഫറെന്റ് mixture of crops പ്ലോട്ടില് ഗ്രോൺ ചെയ്തു. in central India and Africa it could be millets. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ ചെയ്ത്? സെൻട്രൽ ഇന്ത്യയിലും ആഫ്രിക്കയിലും മില്ലറ്റ് ആയിരിക്കും. ചിലപ്പം ബ്രസീലില് മാനിയോക്ക് ആയിരിക്കും. ആൻഡ് ഇൻ അതർ പാർട്സ് ഓഫ് ലാറ്റിൻ അമേരിക്ക മെയ്സ് ആൻഡ് ബീൻസ് ആയിരിക്കും. അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളില് ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോപ്സ് ആയിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ ബേസിസ് എന്താണ്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അത് ഒരു ഫോറസ്റ്റ് പാർട്ടായിരിക്കും. ആ പാർട്ട് എന്ത് ചെയ്യും? മരങ്ങൾ വെട്ടിയിട്ട് ആ ഏരിയ എന്ത് ചെയ്യും? ബേൺ ചെയ്യും. അപ്പം ആഷസ് കിട്ടും. ആ ആഷസിന്റെ അകത്ത് എന്ത് ചെയ്യും? കൾട്ടിവേഷൻ അല്ലെ? ക്രോപ്സ് സീഡ് ഇടും. സീഡ് ഇട്ടിട്ട് ഒരു ഒക്ടോബർ നവംബർ മന്ത് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹാർവെസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ആ ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോയിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു കുറച്ച് വർഷം അങ്ങനെ ചെയ്തിട്ട് ആ ഒരു 12-18 വർഷത്തേക്ക് അവിടെ എന്ത് ചെയ്യും? ചുമ്മാ ഇടും. ഓക്കെ, സോ യൂറോപ്യൻ ഫോറസ്റ്റേഴ്സ് regarded this practice as harmful for the forest. അപ്പം ഇന്ത്യയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. യൂറോപ്യൻ ഫോറസ്റ്റേഴ്സ് regarded this practice as harmful for the forest. അത് ഫോറസ്റ്റിന് ഹാംഫുൾ ആണ്. They felt that land which was used for cultivation every few years could not grow trees for railway timber. അപ്പൊ അവരുടെ ആവശ്യം എന്താണ്? ഇങ്ങനെ കുറച്ച് വർഷത്തേക്ക് ഇങ്ങനെ കൃഷി ചെയ്യുന്ന ലാൻഡ് പിന്നെ വലിയ റെയിൽവേ ടിമ്പറിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വളർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയും. And when a forest was burned, there was the added danger of the flame spreading and burning valuable timber. അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? കുറച്ച് മരങ്ങൾ മുറിച്ച് അല്ലെ, ഒരു പാച്ച് ഓഫ് ഫോറസ്റ്റ് മുറിച്ചിട്ടാ ചെയ്യുന്നത്. അപ്പം അങ്ങനെ മുറിച്ചു കഴിഞ്ഞ സമയത്ത് തീ ഇടുക എന്ന് പറയുന്ന സമയത്ത് ഇൻ കേസ് ആ തീ അങ്ങ് പടർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടിമ്പറൊക്കെ കത്തി നശിച്ചു പോകും അല്ലെ? ഇവര് ടിമ്പർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഫോറസ്റ്റിന് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡേഞ്ചർ അവിടെ കാണാൻ പറ്റും. എന്താണ്? ഫ്ലെയിംസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേണിംഗ് വാല്യുബിൾ ടിമ്പർ. അപ്പം അതും യൂറോപ്യൻ ഫോറസ്റ്റേഴ്സിന് എന്ത് ചെയ്തു? ചിന്തിപ്പിച്ചു. ഓക്കെ, shifting cultivation also made it harder for the government to calculate taxes. അപ്പം ഈ ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം ഗവൺമെന്റിന് കറക്റ്റ് ആയിട്ട് അവരുടെ ടാക്സസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, കണക്ക് കൂട്ടി എടുക്കാൻ പറ്റിയിട്ടില്ല. Therefore the government decided to ban shifting cultivation. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് വിചാരിച്ചു? അവരവിടുത്തെ ഒരു ഇന്റർഫറൻസ് നടത്തുകയാണ്. അവര്
ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ബാൻ ചെയ്യാൻ തീരുമാനിച്ചു. എന്തൊക്കെ റീസൺ കൊണ്ടാ ബാൻ ചെയ്തത്? ഒന്നെന്ന് പറയുന്നത് ഇതൊരു കറക്റ്റ് വേ അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാല് ടിമ്പർ ഈൽഡിംഗ് ആയിട്ടുള്ള ട്രീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് ബേൺ ചെയ്യുന്നുണ്ട് അല്ലെ, ബേൺ ചെയ്യുന്ന സമയത്ത് ടിമ്പേഴ്സ് ഒക്കെ കത്തി നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ടാക്സസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസവും എക്സ്പീരിയൻസ് ചെയ്തു. അത് കാരണം അവരെന്ത് ചെയ്തു, ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യാണ്. ആസ് എ റിസൾട്ട് മെനി കമ്മ്യൂണിറ്റീസ് വെയർ ഫോഴ്സിബിളി ഡിസ്പ്ലേസ്ഡ് ഫ്രം ദെയർ ഹോംസ് ഇൻ ദി ഫോറസ്റ്റ്. അപ്പം അവർക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ ഫോറസ്റ്റിൽ ഇങ്ങനെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഒക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട് അല്ലെ, കൃഷി ചെയ്തിട്ട് ആ വിളകള് കഴിച്ച് ഭക്ഷണമാക്കി അല്ലെ, ആ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെടുത്ത് ഇങ്ങനെ അവർ ഓൾറെഡി ഒന്നും എങ്ങോട്ടും എൻറ്റർ ചെയ്യാൻ ഒന്നും അവർക്ക് റൈറ്റ് കൊടുത്തിട്ടില്ല. ഇനി അവരുടെ ഇതിലേക്കും അവര് ഇന്റർഫിയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാര് അവരുടെ ഫോറസ്റ്റിലുള്ള ഹോംസ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടേണ്ട അവസ്ഥ വരികയാണ്. സം ഹാഡ് ടു ചേഞ്ച് ഓക്യുപ്പേഷൻ. ചില ആൾക്കാർക്ക് അവരുടെ ജോലി തന്നെ മാറ്റേണ്ടി വരുന്നു. വൈൽ സം റെസിസ്റ്റഡ് ത്രൂ ലാർജ് ആൻഡ് സ്മോൾ റിബല്യൻസ്. കുറെ ആൾക്കാര് അത് പറയുന്നത് നിയമപ്രകാരം വന്നിട്ടുണ്ടെന്ന് പറയുമ്പം ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് ആൻഡ് സ്മോൾ ആയിട്ടുള്ള റിബല്യൻസ് ആയിട്ട് അവര് ഈ ഒരു നിയമം അല്ലെ, ഈ ഒരു തീരുമാനത്തെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിസൈഡഡ് ടു പ്രൊട്ടസ്റ്റ് അല്ലെ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ പഠിച്ചത്? ഓക്കെ, ഇംപീരിയൽ പവേഴ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഫോറസ്റ്റിന്റെ അല്ലെ ഡീഫോറസ്റ്റേഷന്റെ ഇഫക്റ്റുകളായിരുന്നു പറഞ്ഞത്. ഡീഫോറസ്റ്റേഷനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വന്നത്? ടിമ്പർ ഈൽഡ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങളെ മുറിച്ചു മാറ്റുകയുണ്ടായി. ഒരുപാട് മരങ്ങളെ മുറിച്ച സമയത്ത് ഇനിയും ഫോറസ്റ്റിന് പിന്നെ ഓൾറെഡി ആൾക്കാര് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഒരു ഇമ്പാക്ട് അറിയാൻ വേണ്ടിയിട്ട് ജർമ്മനിൽ നിന്നും ആരെ കൊണ്ടുവരാണ്, ഡയട്രിച്ച് ബ്രാൻഡിസിനെ കൊണ്ടുവരുന്നു. അപ്പൊ ബ്രാൻഡിസ് ആണ് ഫോറസ്റ്റ് ആക്ട് ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ബ്രാൻഡിസ് അഭിപ്രായപ്പെടുന്നുണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഫോറസ്റ്റിനെ മൂന്നായിട്ട് അല്ലെ, റിസർവ്ഡ്, പ്രൊട്ടസ്റ്റഡ്, വില്ലേജ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്നാക്കിയിട്ടാക്കാണ്. അതിനകത്ത് തന്നെ റിസർവ്ഡ് ഫോറസ്റ്റിന് ആരുടെയും എൻട്രി എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ്ലി ബാൻ ചെയ്യാണ്. ആൾക്കാർക്കൊന്നും എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെയാണ് ആൾക്കാർ അന്ന് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ടിമ്പർ ഈൽഡിങ്ങിനെ ബാധിക്കുമെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യാണ്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.